അനന്യയെ അവൻ്റെ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടുവന്ന് കണ്ട നിമിഷം തന്നെ ആദിത്യൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ദേഷ്യം അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. ശരീരത്തിലുടനീളം തീ പടരുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. കണ്ണുകൾ ചുവന്ന കനലുകൾ നിറഞ്ഞു. പല്ലുകൾ കൂട്ടിപ്പിടിച്ചവൻ വേഗത്തിൽ ദേവദത്തൻ്റെ അരികിലേക്ക് നടന്നു. അച്ഛാ, ഈ ദാരിദ്ര്യത്തിന് എനിക്ക് വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ ആ ബന്ധമെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തിനാ ഈ പെണ്ണിനെയും കൂട്ടി നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അവൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെ മുഴങ്ങി. ആ വാക്കുകൾ കേട്ട നിമിഷം അനന്യയുടെ നെഞ്ച് ഒന്ന് പിടഞ്ഞു. ഹൃദയത്തിലേക്ക് ആരോ കത്തി കുത്തിയതുപോലെ തോന്നി. എന്നാൽ പുറമെ ഒരു ഭാവവ്യത്യാസവും കാണിക്കാതെ അവൾ ശാന്തയായി നിന്നു. വീട്ടുപടിക്കൽ വെച്ച് മകൻ്റെ പെരുമാറ്റം കണ്ട ദേവദത്തിൻ്റെ മുഖം മങ്ങി. ആദിത്യ! അദ്ദേഹം ശബ്ദം താഴ്ത്തി വിളിച്ചു. വീട്ടുപടിക്കൽ വെച്ചാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ആദ്യം എല്ലാവരും അകത്തേക്ക് കയറട്ടെ. എന്നാൽ ആദിത്യൻ വഴങ്ങാൻ തയ്യാറായില്ല. അച്ഛാ, ദയവായി എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം നിങ്ങൾ. ഇവളെ എനിക്ക് വേണ്ട. ആദ്യം ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്ക്. അവൻ്റെ ശബ്ദം നിരാശയും അമർഷവും നിറഞ്ഞിരുന്നു. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. അന്ന് ആ മണ്ഡപത്തിൽ നിന്ന് താലി കെട്ടാതെ ഇറങ്ങിപ്പോരേണ്ടതായിരുന്നു. നിങ്ങളുടെ മാനത്തിന് ഓർത്തുകൊണ്ടാ ഞാനെല്ലാം മിണ്ടാതിരുന്നേ. അവനൊരു നിമിഷം നിശബ്ദനായി. ശേഷം അനന്യയിലേക്ക് നോക്കി തുടർന്നു. എന്ന് പോലും ഇവളെ എൻ്റെ ഭാര്യയെ സങ്കല്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവൾ തല കുനിച്ചു നിന്നു. അപ്പോഴാണ് ജാനുമ്മ മുന്നോട്ടേക്ക് വന്നത്. മോനെ! അവളുടെ ശബ്ദം ശാസനയും സ്നേഹവും കലർന്നിരുന്നു. ദേഷ്യമുള്ളപ്പോൾ പറയുന്ന വാക്കുകൾ പലപ്പോഴും ജീവിതകാലം മുഴുവൻ മുറിവാകാറുണ്ട്. കുറച്ച് ശാന്തനായി ചിന്തിക്കുന്നേ. അവർ അനന്യയുടെ കൈകൾ മൃദുവായി പിടിച്ചു. വാ മോളെ, അകത്തേക്ക് കയറാം. അനന്യ ഒന്നും പറയാതെ ജാനുമ്മയോടൊപ്പം അകത്തേക്ക് നടന്നു. ആദിത്യൻ അസ്വസ്ഥനായി തലയിൽ കൈവച്ചു. എല്ലാം എൻ്റെ തലവിധി, അല്ലാതെ എന്തു പറയാനാ? അവൻ പിറുപിറുത്തുകൊണ്ട് വാതിൽ തുറന്നു. അല്പസമയത്തിന് ശേഷം ഹാളിലിരുന്നു. മുറിയാകെ അസ്വസ്ഥത, നിശബ്ദത പടർന്നു. ഒടുവിൽ ദേവദത്തൻ സംസാരിക്കാൻ തുടങ്ങി. എന്താണ് ആദിത്യ നീ പറയുന്നതെല്ലാം? അദ്ദേഹത്തിൻ്റെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിൻ്റെ നിരാശ വ്യക്തമായിരുന്നു ആ വാക്കുകളിൽ. നിന്റെ അനിയൻ ചെയ്ത തെറ്റിനാണ് അനന്യയ്ക്ക് ഈ അവസ്ഥ വന്നത്. അവളുടെ ചേച്ചി ചെയ്ത കാര്യത്തിൽ അവളെങ്ങനെ ഉത്തരവാദിയാകും? അദ്ദേഹം അനന്യയെ നോക്കി. ഇവൾ അത്ര ചെറിയൊരു പെണ്ണാണ്. വിവാഹം കഴിച്ച് പാതിയിൽ ഉപേക്ഷിച്ചാൽ ഇവളുടെ ജീവിതം എന്താകും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ആദിത്യൻ അത് കേട്ടിട്ടും ഒന്നും മിണ്ടിയില്ല. നിന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത് നീ. കുറച്ചെങ്കിലും വിവേകത്തോടെ ആലോചിക്ക്. നിനക്കിപ്പോൾ 34 വയസ്സായി. അച്ഛൻ്റെ വാക്കുകൾ കേട്ടതോടെ ആദിത്യൻ്റെ ദേഷ്യം വീണ്ടും ആളിക്കത്തി. അതേ അച്ഛാ, അവൻ പരിഹാസത്തോടെ ചിരിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ് നോക്കി എത്ര സമാധാനത്തോടെ ജീവിച്ചുവെന്ന് നിങ്ങൾക്കറിയില്ലേ? ശബ്ദം കൂടുതൽ കടുത്തു. കുടുംബം നിലനിർത്തണം, കുട്ടികൾ വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് എന്നെ നിർബന്ധിച്ചത്. അവൻ പെട്ടെന്ന് അനന്യക്ക് നേരെ തിരിഞ്ഞു. അവസാനം എന്തായി? ഇവളുടെ ചേച്ചി എൻ്റെ അനിയനോടൊപ്പം പോയി. ഇപ്പോൾ ഇവളുടെ മുഖം കാണുമ്പോൾ പോലും എനിക്ക് ദേഷ്യമാണ് വരുന്നേ. അനന്യയുടെ കൈകൾ വിറച്ചു. ഇവളുടെ കുടുംബത്തിന് ഇത്രയും അഹങ്കാരമില്ലായിരുന്നെങ്കിൽ വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടുമായിരുന്നു. അത് കേട്ടപ്പോൾ അനന്യയുടെ സഹനശക്തി അവസാനിച്ചു. മതി! അവൾ ആദ്യമായി ശബ്ദമുയർത്തി. എല്ലാവരും അവളെ നോക്കി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് നിങ്ങൾ. ആദിത്യൻ പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകൾ കോപം ജ്വലിച്ചു. മിണ്ടരുത് നീ! അവൻ വിരൽ ചൂണ്ടി ആക്രോശിച്ചു. നിനക്കും എനിക്കും തമ്മിൽ എന്ത് ബന്ധമാടിയുള്ളത്? നിന്റെ വിദ്യാഭ്യാസം എന്താ? എൻ്റെ സ്ഥാനം എന്താ? ഓരോ വാക്കും അപമാനമായി അവളുടെ മേൽ പതിച്ചു. ഞങ്ങളുടെ വീട് കണ്ടിട്ടുണ്ടോ നീ? ഒരു കൊട്ടാരം പോലെ. നിങ്ങളുടെ വീട് ഒരു സാധാരണ വീട്. അവൻ നിർത്തിയില്ല. നീയും ഞാനും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത വ്യത്യാസങ്ങളുണ്ട്. നിനക്കൊക്കെ എന്നെ പോലെയുള്ള ഭർത്താവായി കിട്ടാൻ എന്ത് യോഗ്യതയാടിയുള്ളേ? ആ വാക്കുകൾ അനന്യയുടെ ആത്മാഭിമാനത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അവൾ പതുക്കെ എഴുന്നേറ്റു. കണ്ണുകളിൽ കണ്ണീർ തിളങ്ങിയെങ്കിലും ശബ്ദം ഉറച്ചതായിരുന്നു. സാർ! അവൾ ആദ്യമായി അവനെ നേരെ നോക്കി. ഞാനിപ്പോൾ +2 കഴിഞ്ഞതേയുള്ളൂ. നീറ്റ് പരീക്ഷ എഴുതിയിട്ടുമുണ്ട്. ആദിത്യൻ്റെ മുഖം മുറുകി. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് പിന്നാലെ പോകുമായിരുന്നു. അവളുടെ ശബ്ദം വിറച്ചു പോയിരുന്നു. ഒരു നല്ല ഡോക്ടറാകുക എന്നതായിരുന്നു എൻ്റെ ഏക ലക്ഷ്യം. ഹാളിൽ നിശബ്ദത നിറഞ്ഞു. നിങ്ങളുടെ വീടും സമ്പത്തും ഒന്നും എനിക്ക് വേണ്ട. നിങ്ങളുടെ ഒരു ഫോട്ടോ പോലും കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇതുവരെ. ആദിത്യൻ അമ്പരന്ന് അവളെ നോക്കി. നിങ്ങൾക്കെന്നെ അത്രയധികം ഇഷ്ടമില്ലെങ്കിൽ നിയമപരമായി വിവാഹമോചനം തരൂ. അവളുടെ കണ്ണുകൾ അടക്കി വെച്ച വേദന നിറഞ്ഞു. പക്ഷെ ഇങ്ങനെ അപമാനിക്കരുത് നിങ്ങൾ. ആ വാക്കുകൾ മുറിയാകെ പ്രതിധ്വനിച്ചു. ഒരു നിമിഷം ആദിത്യൻ പോലും നിശബ്ദനായി നിന്നു.
എന്നാൽ അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടിൽ പുച്ഛം വിരിഞ്ഞു. ഒരു ചെറിയ പെണ്ണാണെന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നേ. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. നിനക്ക് നാക്കിൻ്റെ കുറച്ച് നീളം കൂടുതലാണ്. അവൻ്റെ കണ്ണുകൾ വീണ്ടും തീയാളിക്കത്തി. നിനക്ക് ഡിവേഴ്സ് വേണമല്ലേ? അനന്യയുടെ ഹൃദയം ശക്തമായി മിടിച്ചു. ആദിത്യൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇപ്പോൾ തന്നെ തരാം ഞാൻ നിനക്ക് ഡിവോഴ്സ്. ആദിത്യൻ്റെ മുഖം കോപം കൊണ്ട് വലിഞ്ഞു മുറുകി. കണ്ണുകളിൽ അഗ്നികൾ ജ്വലിച്ചു. അവൻ പതിയെ അനന്യക്ക് നേരെ തിരിഞ്ഞു. നമ്മുടെ വിവാഹത്തിൽ സാക്ഷിയായി നിന്ന് 2 കുടുംബം മാത്രം. അതിനു പുറമെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിയമവും അവകാശവും പറഞ്ഞ് എൻ്റെ മുന്നിൽ നീ നിൽക്കേണ്ട. ഞങ്ങൾ ചെലവാക്കിയ പണം തിരികെ വാങ്ങി ആ താലി ഊരിത്തന്ന് നിന്റെ വഴിക്ക് പൊയ്ക്കോ നീ. ഓരോ വാക്കും വാളിൻ്റെ മൂർച്ചയോടെ അവളുടെ ഹൃദയത്തിലേക്ക് കുത്തിയിറങ്ങി. ഇതുവരെ എങ്ങനെയൊക്കെ പിടിച്ചു നിന്ന അനന്യയുടെ നിയന്ത്രണം ആ നിമിഷം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. വിറയുന്ന കാലുകളുടെ അവൾ ദേവദത്തൻ്റെ അടുത്തേക്ക് നടന്നു. അച്ഛാ! കരച്ചിലിനിടയിൽ അവൾ വിളിച്ചു. ചാനുമ്മയും കൂട്ടി നിങ്ങൾ പൊയ്ക്കോളൂ. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. അവളുടെ ശബ്ദം വിങ്ങിപ്പൊട്ടി. എന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി. നിങ്ങളുടെ പണമൊന്നും എനിക്ക് വേണ്ട. ഒരു നിമിഷം നിശബ്ദയായി നിന്ന ശേഷം അവൾ വീണ്ടും തുടർന്നു. എൻ്റെ ചേച്ചിയെ മാത്രം ഇനി ആരും വിഷമിപ്പിക്കരുത്. അവൾ പാവമാ. അവൾ സ്നേഹിച്ചവൻ്റെയാണ് കൂടെ പോയതും. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ വീണ്ടും കരഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ വീണ്ടും സംസാരിച്ചു. അവൾ ചെയ്തത് തെറ്റായിരിക്കാം. പക്ഷെ അതിന് അവളെ ശിക്ഷിക്കരുത്. ക്ഷമിച്ച് സന്തോഷമായി ജീവിക്കാൻ അനുവദിക്കണം. അനന്യയുടെ കണ്ണുകൾ അപേക്ഷ നിറഞ്ഞു. നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു തടസ്സമാക്കില്ല. അവന് ഇഷ്ടമുള്ള പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ചോളൂ. എന്നെ മാത്രം ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകൂ പ്ലീസ്. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ദേവദത്തിൻ്റെ ഹൃദയം വേദനിച്ചു. അദ്ദേഹം പതിയെ ചാനുമ്മയെ നോക്കി. ചാനു, നീ അനന്യയും കൂട്ടി അകത്തെ മുറിയിലേക്ക് പോകൂ. ചാനുമ്മ അനന്യയും കൂട്ടി തോളിൽ കൈവച്ച് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാതിലടഞ്ഞതും ദേവദത്തൻ ആദിത്യൻ്റെ നേരെ തിരിഞ്ഞു. എന്തിനാ നീ ഇങ്ങനെ പെരുമാറുന്നത് ആദിത്യ? അദ്ദേഹത്തിൻ്റെ നിശബ്ദത നിരാശ നിറഞ്ഞു. അവളൊരു ചെറിയ പെൺകുട്ടിയാ. ഈ സംഭവങ്ങളെല്ലാം അവളെ ഭയപ്പെടുത്തുന്നുണ്ടാകും. ആദിത്യൻ മുഖം തിരിച്ചു. ഞങ്ങൾ നിനക്കായി എത്ര നല്ലൊരു പെൺകുട്ടിയാണ് കണ്ടെത്തിയതെന്ന് നിനക്കറിയാമോ? ദേവദത്തൻ തുടർന്നു. ഇനിയും 2-3 വർഷം കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ നല്ലൊരു വിവാഹം കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം മകൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നിനക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു നല്ല പെൺകുട്ടിയാണ്. അവളോടൊപ്പം ജീവിക്കാൻ ശ്രമിക്കണം നീ. അച്ഛൻ്റെ ഓരോ വാക്കും ആദിത്യനെ കൂടുതൽ അസ്വസ്ഥനാക്കി. അച്ഛാ! അവൻ കടുപ്പത്തോടെ വിളിച്ചു. എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ യാതൊരു താല്പര്യവുമില്ല. അവൻ്റെ ശബ്ദം തണുത്തിരുന്നു. അവളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു. ദേവദത്തൻ ഒരു ദീർഘനിശ്വാസമെടുത്തു. ഇനി സംസാരിച്ച കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കുറച്ചു നേരം കഴിഞ്ഞ് അദ്ദേഹം അനന്യ ഇരുന്ന മുറിയിലേക്ക് ചെന്നു. അവൾ കട്ടിലിനരികിൽ തല കുനിച്ചിരിക്കുകയായിരുന്നു. മോളെ! അദ്ദേഹം പതുക്കെ വിളിച്ചു. അനന്യ തല ഉയർത്തി നോക്കി. നീ താലി കെട്ടിയ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്നവളാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം സ്നേഹപൂർവ്വമായിരുന്നു. നിന്റെ ജീവിതം ഇനി ഇവിടെ തന്നെയാണ് നീ ജീവിക്കേണ്ടത്. അനന്യയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇപ്പോൾ പേടിച്ച് നീ നിന്റെ വീട്ടിലേക്ക് തിരികെ പോയാൽ നിന്റെ മാതാപിതാക്കൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുമോ? ആ ചോദ്യം അവളെ നിശബ്ദയാക്കി. നിന്റെ അവസ്ഥ ഓർത്ത് അവർ ജീവിതകാലം മുഴുവൻ വേദനിക്കും മോളെ. ദേവദത്തൻ ശബ്ദം വിറച്ചു. നിന്റെ ജീവിതം തകർന്നു പോയാൽ നിന്റെ ചേച്ചിക്കും ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അനന്യയുടെ കണ്ണുകൾ താഴ്ന്നു. അതുകൊണ്ട് നീ ക്ഷമയോടെ കാത്തിരിക്കണം മോളെ. അനന്യ പതിയെ പറഞ്ഞു. അച്ഛൻ പറയുന്നത് ശരിയാ. പക്ഷെ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ലല്ലോ. ആ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു. അപ്പോഴാണ് ചാനുമ്മ അവളുടെ അരികിലിരുന്ന് കൈകളിൽ പിടിച്ചത്.